മരം വീണ് കൊണ്ട് പൊളിഞ്ഞു പോയ പെട്ടി എന്നാ സൂപ്പർ സെറ്റാന്ന് നോക്കിയതാ. എനിക്ക് എല്ലാം ഒരു സൂപ്പറിൻ്റെ ഫുൾ പണിയും കഴിഞ്ഞാൽ ചെറിയൊരു കുത്തലുണ്ടാവും. അതുകൊണ്ട് ഈ ഉണങ്ങിയ മരത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചാൽ നമ്മളാണോ കുറ്റക്കാർ, അതിൻ്റെ അടിയിൽ നീച്ചയാണോ, എന്തായാലും ശരി എടുത്ത് വയ്ക്കുക. അതിലൂടെ ഇടയില്ലേ എല്ലാം അടച്ചു വയ്ക്കുക. കമ്പ് കയറ്റി വിടുക. എല്ലാം മുഖത്തും എല്ലാം താഴേക്ക് പോവേ. ഇനി ഇതാ മെല്ലെ ഇവനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കമ്പിൽ ഒരു ബലം കൊടുത്ത് നൂർത്തുക. നീ വേറെ കമ്പെടുത്തടാ. എന്താ ഇതേപോലെ മെല്ലെ അടയാക്കുക. ഒരു ഭീകരപ്പണിയായത്. തകർത്തു എന്താ ഒറ്റ ഈച്ച കുത്തി നോക്കി. ഇതാണ് ഇടയനെ ആടുകൾ അറിയുന്നു എന്നുള്ളതാണ്. ഇനി വല്ല മെല്ലെ ഒരു ചെറിയ പുകയും കൊടുത്ത് നിർത്താൻ വെച്ചാൽ എനിക്ക് ചെറിയ മയം വേണം, എന്നാലേ നടക്കുള്ളൂ. ഉണ്ടോ ഒരു സെക്ഷൻ കഴിയും. ഇനി ഇവനെ എടുത്ത് വയ്ക്കാം. എന്താ നല്ല കുട്ടന്മാരാ, ഒരു ശല്യമില്ലാത്തമാരാണ്. ഇത്രയും പ്രകോപനമെല്ലാം ഉണ്ടായിട്ട് ഒരു ഈച്ച കുത്തിയാൽ എനിക്ക് അടുത്ത ഒരു ഘട്ടം കഴിഞ്ഞു. അടുത്ത് സൂപ്പറിലേക്ക് കയറാം. ചെറിയൊരു പുക കൊടുക്കുക. എന്താ സൂപ്പർ എല്ലാം പണി കഴിഞ്ഞമാരാ. എന്താ ഫുള്ള് നിറച്ച് തേനുമായി കഴിഞ്ഞു. ഓരോന്നോരോന്ന് പ്രത്യേകിക്കും. മുടിയിലിട്ട് കുട്ടിയേക്കും. ഇതെല്ലാം തട്ടിയിട്ട് ഈ വീഴ്ചയെല്ലാം വീണിട്ട് ഇവനൊരു കുത്തുപോലെ നമുക്കിട്ട് കുത്തിയെന്ന് എനിക്ക്. ഇതാണ് ഈച്ചകൾ. ഈച്ച കണ്ടോ? അതിനകത്തൊക്കെ ചിലപ്പോൾ പ്രാണി എവിടെയെങ്കിലും വന്ന് പെട്ടിട്ടുണ്ടാവും. ഇതിലൊക്കെ എന്നെല്ലാം കാണിച്ചാലും വീഴ്ച നമ്മളോട് സഹകരിക്കുന്നുണ്ടോ? പെട്ടുപോയെന്ന് അവർക്കും അറിയാം. എല്ലാം കണ്ടോ, പണി തുടങ്ങിയതേ ഉള്ളൂ. രണ്ടാം സൂപ്പറിൻ്റെ കൊണ്ട് ഇടാണ്ട് ഇച്ചിരി ക്ഷമയോടെ എടുത്താൽ എങ്ങനെ പൊളിയുന്ന പെട്ടിയിൻ്റെ അകത്തുനിന്ന് ഒരു കുത്തു പോലും കിട്ടാൻ നമുക്കെടുക്കാം. ഇനി വല്ല അടിയോ പിടിയോ എല്ലാം കിട്ടിയിട്ടുണ്ടോയെന്നുള്ളത് നമുക്ക് 2 ദിവസം കഴിഞ്ഞ് വന്ന് പൊന്തിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ഒരു ഈച്ച പോലും കുത്താണ്ട്. ഇതാണ് നമ്മളും ഈച്ചയും തമ്മിലുള്ള ബന്ധം. പഞ്ചസാരക്കുള്ള വെള്ളം കൊടുക്കാനുള്ള പാത്രം കൂടെ വെച്ച് ലാസ്റ്റ് അവസാനം വന്ന് ഒരെണ്ണം തന്നു. ചെറുപ്പം കൊണ്ടുപോയിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ അഹങ്കാരം കൊണ്ട് കിട്ടിയതാണ്.